ഹലോ, ഇന്ന് ഞങ്ങൾ ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റിലാണ് വന്നിരിക്കുന്നത്. 221B ബേക്കർ സ്ട്രീറ്റ് ഡിറ്റക്റ്റീവ് ഷെർലക് ഹോംസിന്റെ വീടിന്റെ അഡ്രസ്സാണ്. ഷെർലക് ഹോംസിനെ അറിയാത്തവരായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പുള്ളിയുടെ വീടിന്റെ പരിസരമൊക്കെ ഒന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ലണ്ടനിലെ ബേക്കർ സ്ട്രീറ്റ് സ്റ്റേഷനിൽ ഇറങ്ങി 221B ലക്ഷ്യമാക്കി പോകണം. ഇവിടുത്തെ മെട്രോ സ്റ്റേഷനിൽ കണ്ട ഒരു കാഴ്ചയാണിത്. സ്റ്റേഷനിലെ പേരിന്റെ രണ്ട് സൈഡിലും ഷെർലക് ഹോംസിന്റെ വരച്ചു വെച്ചിട്ടുണ്ട്. ഇത് വെറുതെ അങ്ങ് വരച്ചു വെച്ചിരിക്കുന്നതാന്ന് വിചാരിച്ചാൽ ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. ഷെർലക് ഹോംസിനെ ഒന്ന് സൂം ചെയ്താൽ ചെറിയ ചെറിയ ഷെർലക് ഹോംസുകൾ കാണാം. അപ്പോൾ ഇത്രയും ചെറിയ പടങ്ങൾ നിരത്തി വെച്ചിട്ടാണ് ഈ വലിയ ഷെർലക് ഹോംസിനെ വരച്ചിരിക്കുന്നത്. സ്റ്റേഷന്റെ പുറത്ത് ഷെർലക് ഹോംസിന്റെ ഒരു പ്രതിമയുണ്ട്. ദ ഗ്രേറ്റ് ഡിറ്റക്റ്റീവ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അബി നാഷണൽ PLC എന്നൊരു പേര് കണ്ടു ഇതില്. ഇതൊരു പഴയ ബാങ്ക് ആയിരുന്നു. 1999 ഷെർലക് ഹോംസ് എന്ന ക്യാരക്ടറിനെ സൃഷ്ടിച്ചതിന്റെ 150ാമത്തെ വാർഷികമായിട്ടാണ് ഈ പ്രതിമ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ന് അബി നാഷണൽ PLC എന്നൊരു ബാങ്ക് ഇല്ല. 2004 സാന്റാൻഡർ എന്ന വേറെ ഒരു ബാങ്ക് ഈ ബാങ്കിനെ ഏറ്റെടുക്കുകയായിരുന്നു. ഇപ്പോൾ സാന്റാൻഡർ UK PLC എന്ന പേരിലാണ് ഇതിവിടെ ഉള്ളത്. ഇവിടുന്ന് 100 മീറ്റർ ഇടത്തോട്ട് പോയാൽ ഫേമസ് ആയിട്ടുള്ള മാഡം തുസോട്ട്സ് വാക്സ് മ്യൂസിയം ഉണ്ട്. വലത്തോട്ടാണ് 221B. ലണ്ടൻ സൂ എങ്ങോട്ടാണെന്ന് ഒരു പിടിയില്ല. 221Bയിലേക്ക് നടക്കുകയാണ്. ബേക്കർ സ്ട്രീറ്റ് സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 300 മീറ്റർ ആണ് 221B ബേക്കർ സ്ട്രീറ്റിലേക്കുള്ളത്. അതായത് 5 മിനിറ്റിൽ താഴെ മാത്രമേ നടക്കാനുള്ളൂ. അങ്ങോട്ട് നടക്കുന്ന വഴിക്ക് ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു ഗിഫ്റ്റ് ഷോപ്പ് കണ്ടു. ഞങ്ങൾ അകത്ത് കയറി കഷ്ടപ്പെട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിച്ച് നിന്നപ്പോഴാണ് പുള്ളി ഞങ്ങളോട് ആ ഞെട്ടിക്കുന്ന ചോദ്യം ചോദിച്ചത്, മലയാളിയാണോ? പിന്നെ ബാക്കിയുള്ള കോൺവെർസേഷൻ ഫുള്ള് മലയാളത്തിലായി. ഇവിടെ ഒന്ന് കയറിക്കോളൂ കേട്ടോ. ദ റീജന്റ് അങ്ങനെ എന്തോ ആണ് ഗിഫ്റ്റ് ഷോപ്പിന്റെ പേര്. ഇവിടെ ഓരോരോ ബിൽഡിങ്ങിന് നമ്പർ ഉണ്ട്. 221 എന്ന ഈ ബിൽഡിങ്ങിന്റെ ഒരു വശത്ത് 220യും മറുവശത്ത് 222മാണ് വരേണ്ടത്. പക്ഷെ 221Bയുടെ കേസിൽ അങ്ങനെയല്ല. ഒരു വശത്ത് 237ഉം മറുവശത്ത് 241 ആണ് ഇവിടെ ഉള്ളത്. അതിൻ്റെ ഇടയിലാണ് 221B ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് 221B 237നും 241നും ഇടയിൽ വന്നത് എന്ന ഡൗട്ട് വന്നില്ലേ? അപ്പം അതിൻ്റെ ഒരു കഥ പറഞ്ഞുതരാം. ഷെർലക് ഹോംസ് ഒരു സാങ്കല്പിക കഥാപാത്രമായതുകൊണ്ട് 221B എന്ന അഡ്രസ്സും യഥാർത്ഥത്തിൽ ഇല്ലായിരുന്നു. 1930 ബേക്കർ സ്ട്രീറ്റിലെ നമ്പറിംഗ് ഒക്കെ മാറി തുടങ്ങിയത്. അങ്ങനെ അബി നാഷണൽ എന്ന ഞാൻ നേരത്തെ പറഞ്ഞ ബാങ്കിന് 221B എന്ന അഡ്രസ്സ് കിട്ടുകയായിരുന്നു. 221B ബേക്കർ സ്ട്രീറ്റ് എന്ന അഡ്രസ്സിലേക്ക് ഷെർലക് ഹോംസിന്റെ ഫാൻസ് അയക്കുന്ന ഓരോ കത്തിന് മറുപടി കൊടുത്തിരുന്നത് അന്ന് ഈ ബാങ്ക് ആയിരുന്നു. 1990 ഷെർലക് ഹോംസ് മ്യൂസിയം ഇവിടെ 237നും 241നും ഇടയിൽ സ്ഥാപിച്ചത്. അതിനുശേഷം ഫാൻസ് അയക്കുന്ന കത്തുകൾ മ്യൂസിയം റിപ്ലൈ കൊടുക്കണോ അതോ അബി നാഷണൽ റിപ്ലൈ കൊടുക്കണോ എന്ന കാര്യത്തിൽ ഒരു ചെറിയൊരു തർക്കം ഉണ്ടായിരുന്നു. 1999 അബി നാഷണൽ ഇവിടെ അടുത്ത് നേരത്തെ കണ്ട ആ പ്രതിമ സ്ഥാപിക്കുന്നത്. 1990 ഈ മ്യൂസിയം ഇവിടെ വന്നതിന് ശേഷം എന്നോ ഒരു ദിവസത്തിലാണ് ഷെർലക് ഹോംസ് മ്യൂസിയത്തിന് ഫാൻസിന്റെ കത്തിന് റിപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതിനുശേഷം 221B എന്ന അഡ്രസ്സ് അവർ തന്നെ പുറത്ത് ഡിസ്പ്ലേ ചെയ്തോളൂ എന്ന് ഗവൺമെൻറ്റും പറഞ്ഞു. അകത്തെ കാഴ്ചകൾ പകർത്താൻ പറ്റിയില്ല. ഞാൻ മുന്നത്തെ വീഡിയോയിൽ പറഞ്ഞതുപോലെ രാത്രിയാണ് എനിക്ക് പുറത്തിറങ്ങാനും വീഡിയോ എടുക്കാനും പറ്റിയിരുന്നത്. അപ്പോൾ ആ വീഡിയോ ഞാനിവിടെ മുകളിലിട്ടേക്കാം. അപ്പോൾ എല്ലാ വീഡിയോയും മുഴുവൻ കണ്ട് സപ്പോർട്ട് ചെയ്യുക. വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.